ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകാറുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്കത് ഒരാളോടെങ്കിലും ഷെയർ ചെയ്യണം. എനിക്ക് അത്രയും ഓപ്പൺലി പറഞ്ഞ് ആ ആളെ ഒന്ന് ഹഗ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം ഒരു പകുതി വരെ എനിക്ക് സമാധാനം കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തോന്നുന്ന സമയത്ത് പണ്ടൊക്കെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് തോന്നുന്ന ആരോടെങ്കിലുമൊക്കെ ഇത് പറയുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമ്മൾ നമ്മളുടെ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് ഇവരോട് ഇത് ഷെയർ ചെയ്യും. പക്ഷെ ഇവരെന്താ ചെയ്യാന്നറിയോ, ഇത് വേറൊരു സിറ്റുവേഷനിൽ ഇവരിത് നമ്മൾക്ക് എതിരെയുള്ള ആയുധമായിട്ട് ഇവരിത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇവരിത് മറ്റാരെങ്കിലും അടുത്ത് പറഞ്ഞു നടക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് നമ്മൾ എല്ലാവരും പോയി പറയാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ആരോടും അങ്ങനെ പറയരുത്. കാരണം അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടതല്ല, നമുക്ക് അവർ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് നമുക്ക് അവരോട് അത്രയും ട്രസ്റ്റ് വരുന്നത്. നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ സന്തോഷമോ ഒക്കെ പോയി ഷെയർ ചെയ്യേണ്ടത്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവർ നമുക്കെതിരെയുള്ള ആയുധമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ലൈഫിൽ 1-2 വ്യക്തികളെ ഇപ്പോൾ ഉള്ളൂ അത്രയും ക്ലോസിലി നിൽക്കുന്നത്. എനിക്കൊരു പ്രശ്നം വരുമ്പം ഞാനൊന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ആ വ്യക്തികൾ എന്നെ വിളിക്കും. എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കും. അതിനകത്ത് എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരും. എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സമാധാനിപ്പിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ അവരുടെ അടുത്തൊന്ന് ഇരുന്ന് 5 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ പോലും ഞാൻ ഓക്കെ ആകും. അങ്ങനെ ഒരാൾ നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. കാരണം അവർ തരുന്ന ആ പ്രസൻസ് തരുന്ന ഹാപ്പിനെസ് ഒരിടത്തൊന്നും കിട്ടില്ല.